ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്ന് കോട്ടൺ തുണി വെച്ചിട്ട് ഒരു സിമ്പിളായിട്ട് 20 മിനിറ്റിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഡ്രസ്സ് നോക്കാം കേട്ടോ. അതിങ്ങനത്തെ ഒരു പ്രത്യേക തരം പഫ് സ്ലീവ്സ് എന്ന് ഞാൻ പറയാൻ തോന്നുന്നു, പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഒറ്റൊരു ഫാബ്രിക്കിന് ഒരു 2-2.5 മീറ്റർ ഫാബ്രിക്കിന് നമ്മളത് കട്ടൊന്നും ചെയ്യാണ്ട് ഒട്ടും വേസ്റ്റേജ് ഇല്ലാണ്ട് ചെയ്തെടുക്കുന്ന ഒരു ഉടുപ്പാണ് കേട്ടോ, ഒരു ഡ്രസ്സാണ്. അപ്പോൾ ആദ്യം തന്നെ തുണി ഇതിപ്പോൾ ഒരു 2.5 മീറ്റർ ഫാബ്രിക് ഉണ്ടാവും. ഇത് ശരിക്കും നൈറ്റിയുടെ തുണിയാണ് കേട്ടോ. ഇവിടെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന, അമ്മ നൈറ്റി അടിക്കാൻ വേണ്ടി വെച്ചിരുന്ന, വേറെ തുണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതെടുത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കണക്കിൽ ഇതൊരു 2.5 മീറ്റർ ഉണ്ട്. എൻ്റെ വീതി കുറച്ച് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് പകുതിക്ക് വെച്ച് ഇതേപോലെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എത്രയാണോ നമുക്ക് ലെങ്ത് കിട്ടണം അതിനനുസരിച്ച് നമുക്ക് ഉടുപ്പ് തുന്നിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ ഒരു 2.5-3 മീറ്റർ എടുത്തോളൂ. എന്നിട്ട് അതിനെ ഈ രീതിയിൽ പകുതിക്കാക്കുകയാണ്. അതായത് ആദ്യം ഹൊറിസോണ്ടലി ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേർട്ടിക്കലി ഈ രീതിയിൽ നമ്മൾ ഇതേപോലെ പകുതിയാക്കി മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ മടക്ക് വരുന്ന ഭാഗത്ത് നമ്മുടെ ഒരു ടോപ്പോ ടീഷർട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കുക. നമ്മുടെ അളവിന് ഏതാണോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. എനിക്കിപ്പോൾ ബൈ ഹാർട്ട് ആയതുകൊണ്ട് ഞാൻ ഇതിനങ്ങനെ വെച്ചെടുക്കണില്ല, ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീതി എത്രയാണ് കഴുത്തിൻ്റെ ആ വീതി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 3 ഇഞ്ച് ഇതേപോലെ ആ മടക്കിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. നീളം എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ 3 ഇഞ്ച് ബാക്ക് നെക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് അതിന് ഇതേപോലെ ഞാനൊരു കുറച്ച് വൈഡായിട്ടുള്ളൊരു വി പോലെയാണ് കൊടുക്കണം. നമുക്ക് ബോട്ട് നെക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നീളം കുറച്ചാൽ മതി. സ്ക്വയർ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, യു വേണമെങ്കിൽ കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഷോൾഡറിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് അത് 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി സൈസ് ഉള്ളവരാണ് 2.5 ഇഞ്ച് എടുക്കുക കേട്ടോ. പിന്നെ കൈക്കുഴിക്ക് വേണ്ടിയിട്ട് താഴേക്ക് 7 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ വളരെ മെലിഞ്ഞ ആളൊക്കെ ആണെങ്കിൽ 6 ഇഞ്ച് മതിയാവും. അത് നോക്കിയിട്ട് കേട്ടോ എങ്ങനെയാണ് നമ്മുടെ ഒരു മെഷർമെൻ്റ് എന്ന് നോക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനും നമ്മുടെ കയ്യിലുള്ള ടോപ്പോ അതല്ലെങ്കിൽ ടീഷർട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കുക. അത് നമുക്ക് ഇതിൻ്റെ മീതെ വെച്ച് കൊടുത്തിട്ട് ഇത് കണ്ടോ, ഇത് കൈക്കുഴി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വരച്ചാലും മതി. ഞാനിപ്പോൾ കുറേ നാളായിട്ട് ചെയ്യണ കാരണം എനിക്കിപ്പോൾ ബൈ ഹാർട്ടാണ് എൻ്റെ മെഷർമെൻറ്റ്സ്, ഒന്നും അങ്ങനെ വെക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എനിക്കറിയാവുന്ന പോലെ വരച്ചു എന്നേ ഉള്ളൂ. ഇനിയൊരു ഡ്രസ്സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക. നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അത് ടോട്ടൽ മെഷർമെൻറ്റ് എടുക്കുക. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് അരഭാഗത്ത് ലാസ്റ്റിക്ക് വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ മെഷർമെൻറ്റ് നോക്കിയാൽ മതിയാവും. ഇതിപ്പോൾ ടോട്ടൽ എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് നോക്കിയിട്ട് ഞാൻ ഒരു 45 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. അത് അത്രയും എടുത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മളത് വെട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ആകെ ഈ ബാക്കിയുള്ള തുണി എന്ന് പറയുന്നത് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ളത് തന്നെ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ എൽബോ വരെയുള്ള സ്ലീവ്സ് എടുക്കുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള തുണി തന്നെ ബാക്കിയുള്ളൂ. ഇനി നമുക്ക് വെട്ടാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബാക്ക് നെക്ക് വെട്ടി, എന്നിട്ട് കൈക്കുഴി വെട്ടിയിട്ട് അതിലൊരു ഭാഗം മാറ്റണമായിരുന്നു. മാറ്റിയതിന് ശേഷം മാത്രമേ ഫ്രണ്ട് നെക്ക് വെട്ടാൻ പാടുള്ളൂ. മണ്ടിയായ ഞാൻ ഇതങ്ങ് വെട്ടിപ്പോയിട്ടോ. പക്ഷേ സാരില്ല, അത് നമുക്ക് എന്തെങ്കിലും ചെയ്ത് ശരിയാക്കി എടുക്കാം. അതല്ലെങ്കിൽ ബാക്കും ഫ്രണ്ടും ഒരേപോലെ ആയാലും കുഴപ്പമില്ല. ഇതിനെക്കാട്ടും മുന്നേ ഞാൻ ഇതേപോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു മെസ്സപ്പ് ആക്കരുത്, കറക്റ്റായിട്ട് തന്നെ വെട്ടണം. എന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞു സാരില്ല, തുന്നുമ്പോൾ ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റും, നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത് ഇപ്പോൾ നമ്മൾ കൈക്കുഴിയും വെട്ടിയിട്ടുണ്ട്. പിന്നെ അത് ആ ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ മടങ്ങി, അതായത് ഒരുമിച്ചാണ് ഫാബ്രിക് ഉള്ളത്. അപ്പോൾ അതൊന്ന് നമ്മൾ വെട്ടി സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നെക്കല്ല, ഫ്രണ്ട് പാർട്ടും ഉണ്ട് ബാക്ക് പാർട്ടും ഉണ്ട്. ബാക്ക് പാർട്ട് നമുക്കത് ശരിയാക്കാം കേട്ടോ. അപ്പോൾ അത് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള ബാക്കി തുണിയുണ്ടല്ലോ അത് ഇത്രയുണ്ട്, അത് നമുക്ക് പകുതിയായിട്ട് മടക്കാം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോണത്. അപ്പോൾ ഇതൊന്ന് മെഷർമെൻറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കണേ എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളത്. ഫസ്റ്റ് തന്നെ നമ്മളൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ആ മടക്കിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യണത്. ഓക്കെ, നമ്മൾ എവിടെ നിന്നാണോ മടക്കിയിരിക്കണം ആ ഭാഗത്ത്, ഓപ്പൺ ആയിട്ടുള്ള ഭാഗമല്ല. അപ്പോൾ 3.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെങ്ത്ത് ആ 3.5 ഇഞ്ചിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ലെങ്ത്ത്, സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുക. ഇതിപ്പോൾ നമുക്കധികം ഓപ്ഷൻ ഇല്ല, കാരണം തുണി വളരെ കുറവാണ്. അതേ കണ്ടോ, ഇവിടെ ഇത്രയേ ഉള്ളൂ ശരിക്കും തുണി, അത് ഉള്ളിലേക്ക് അത്രയ്ക്കേ ഉള്ളൂ തുണി. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വെട്ടിക്കളയാണ് കേട്ടോ. ബാക്കി ഇത്രയും നമുക്ക് ലെങ്ത്ത് എടുക്കാൻ നിവർത്തിയുള്ളൂ. അപ്പോൾ എത്ര കിട്ടുന്നോ അത്രയും ഞാൻ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. തുണി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതേ കണ്ടോ, കൈക്കുഴി നമ്മൾ ഓൾറെഡി ടോപ്പിന് വേണ്ടി വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതിന് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിലെ ടീഷർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കൈക്കുഴി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട മെഷർമെൻ്റ് ആണ്. ഒരു 4.5 ഇഞ്ചോളം നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന്. അത്ര എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. ഇവിടെ തുണി വളരെ കുറവാണ്, അതുകൊണ്ടാണ് 4.5 ഇഞ്ച് എടുത്തിട്ടുള്ള. കുറച്ചുകൂടി നീക്കി എടുക്കണമെങ്കിൽ ആവാം, പക്ഷേ അതിനനുസരിച്ചുള്ള ഫാബ്രിക് വേണം. അപ്പോൾ ബിഗിനറൊക്കെ ആണെങ്കിൽ 4.5 ഇഞ്ച് തന്നെ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ കണ്ട ഒരു യു ഷേപ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു 1.5 ഇഞ്ച് മുകളിൽ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ്.
ഇതെന്തിനാ നമ്മളിങ്ങനെ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു പഫ് സ്ലീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണോ കറക്റ്റായിട്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ എളുപ്പപ്പണിയിൽ ചെയ്ത് നോക്കിയതാണ്. കറക്റ്റായിട്ട് വന്നു. അപ്പോൾ അതാട്ടോ ഞാൻ ഷെയർ ചെയ്യണത്. ഇതിന് വേറെ എന്തെങ്കിലും കറക്റ്റായിട്ടുള്ള രീതി ഉണ്ടാവും. ഞാൻ പിന്നെ കുറച്ച് ഇങ്ങനെ കുറുക്ക് വഴി നോക്കി കുറച്ച് മടിയും പിന്നെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാനുള്ള ഒരു താല്പര്യം കൊണ്ട് ഞാൻ വേഗം പറ്റുന്നൊരു മാർഗ്ഗം ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വന്നുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. നമുക്കിത് ഇതേപോലെ വെട്ടിയെടുക്കുക. നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ടല്ലോ, അതേപോലെ വെട്ടിയെടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് സ്ലീവ്സ് കിട്ടാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈഡ്സിലാണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കാൻ പോണത്. അപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള സ്ലീവ്സ് നമുക്ക് കിട്ടും കേട്ടോ, പഫ് സ്ലീവ്സ് കിട്ടും. ഇനി നെക്ക് നമ്മൾ ലൈനിങ് വെക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ശരിക്കുള്ള തുണിയിലാണെങ്കിൽ ഫാബ്രിക് ഒന്നും ഇല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുന്നത്തെ ഒരു ലൈനിങ് തുണി ഉണ്ടല്ലോ, അതൊരു കഷ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതെ നമ്മൾ ഇതേപോലെ നല്ല ഫാബ്രിക് അതിൻ്റെ നെക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല വശം കൂടി ചേർത്ത് വെക്കുക കേട്ടോ. എന്നിട്ടല്ലേ നമ്മൾ മറിച്ചെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരുള്ളൂ. എന്നിട്ട് ഇങ്ങനത്തെ പിൻസ് ഇങ്ങനെ കുത്തി കൊടുക്കാം. ഓക്കെ, രണ്ടിനും ബാക്കിനും ഫ്രണ്ടിനും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്കൊക്കെ ചെയ്തതിന് ശേഷം സ്ലീവ്സ് എങ്ങനെയാണ് വെക്കണമെന്നുള്ളത് കാണിക്കാം. പിന്നെ ഈ ബാക്കിന് വല്ലാണ്ട് ഇറങ്ങിപ്പോയില്ലേ നെക്ക്, ഫ്രണ്ടിലത്തെ അതേ രീതിയിൽ തന്നെ ആയില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ഫാബ്രിക് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതേപോലെ നമുക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഭയങ്കര എളുപ്പമല്ലേ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതിങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ നെക്ക് അടിക്കാം. അതിനായിട്ട് ഇതിൻ്റെ അറ്റത്ത് കൂടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. നടുഭാഗത്ത് എത്തുമ്പോൾ വീനക്കല്ലേ, അതിനവിടെ കുത്തി നിർത്തിയിട്ട് തിരിച്ച് കൊണ്ടുവരിക. എന്നിട്ട് അറ്റം വരെ എത്തുമ്പോൾ നമ്മൾ നെക്കിൻ്റെ ഭാഗം അടിച്ചു കഴിഞ്ഞു കേട്ടോ. ഇതിലെന്താ വേണ്ടത്, ഈ ബ്ലാക്ക് പോർഷൻ ഉണ്ടല്ലോ അത് നമ്മൾ വെട്ടി മാറ്റുക. അതിന് ശേഷം നമുക്ക് ചെറിയ കട്ട്സ് കൊടുക്കണം. എന്തിനാ, മറിച്ചെടുക്കുമ്പോൾ കുറേ കൂടി തുണി ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട്സ് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ബ്ലാക്ക് ഫാബ്രിക്കിനെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ നല്ല വശം കൂടി ചേർത്ത് വെക്കാൻ പറയുന്നത്. അപ്പോൾ കറക്റ്റ് നമുക്ക് ഈ മറിച്ചെടുക്കുമ്പോൾ പൊട്ടവശത്തേക്ക് ഈ ബ്ലാക്ക് ഫാബ്രിക് വരും. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ നെക്ക്. ഇനി എന്താ വേണ്ടത്, ഇത്രയും ഭാഗം നമുക്ക് വെട്ടിക്കളയാം. വി നെക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ വെട്ടിക്കളയാം. എന്നിട്ട് നമുക്കൊരു മടക്ക് കൊടുത്ത് ഫിക്സ് ചെയ്യാം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ഇത് കഴിഞ്ഞു. ഇത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതേ കണ്ടോ, ഇത് ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കുക. അതായത് കാണാത്ത രീതിയിൽ, മടക്ക് കാണാത്ത രീതിയിൽ ഇതേപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ചീത്തവശത്തിൻ്റെ ഭാഗത്തേക്കാക്കി മടക്കി ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിനെ ഒന്നും കൂടി നല്ല രീതിയിൽ സെക്യൂർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഈ അറ്റത്ത് കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. കുറച്ചും കൂടി പെർഫെക്ഷൻ വരാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഭാഗം എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് കൂടെ ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ വിടാം. ഇത് നല്ല രീതിയിൽ സെക്യൂർ ആയിട്ട് അങ്ങനെ തന്നെ ഇരുന്നോളും. ഇനി അതല്ല നമുക്ക് ഇത് ഈ കറുപ്പ് തുണി പുറത്തേക്ക് വരുന്നു അങ്ങനെയൊക്കെ ഒരു സംശയമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്താ വെച്ചാൽ വേണമെങ്കിൽ ഒരു കൈത്തുന്നൽ കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ സൂചി നൂലും വെച്ചിട്ട് ഇങ്ങനെ കൈത്തുന്നൽ കൊടുക്കില്ലേ, ആ ബ്ലാക്ക് ഫാബ്രിക് ഉള്ളിലേക്ക് അങ്ങനെ ഇരിക്കുന്ന രീതിയിൽ കൈത്തുന്നൽ കൊടുക്കണമെങ്കിൽ ആ ഭാഗത്ത് കൈത്തുന്നൽ കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ സൈഡിലേക്ക് ആക്കിയിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ സ്റ്റിച്ചും കൊടുക്കാം. പക്ഷെ അതൊന്നും വേണ്ടി വരില്ല, ഇങ്ങനെ തന്നെ വിട്ടാലും മതി കേട്ടോ. നമ്മൾ ഷോൾഡർ രണ്ടും കൂടി ചേർത്തടിക്കുമ്പോൾ അത് അങ്ങനെ ഇരുന്നോളൂ, അതങ്ങനെ പുറത്തേക്കൊന്നും വരില്ല. വേണമെങ്കിൽ ഈ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാമെന്ന് മാത്രം, മെഷീനിൽ തന്നെ. ഞാൻ അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ബാക്ക് പോർഷനും നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിൽ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാനിങ്ങനെ പ്ലീറ്റ്സ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണിയുടെ ആവശ്യമില്ല. ഇത് എക്സ്ട്രാ നമുക്ക് പോണ സമയമാണ്, വെറുതെ പോണ സമയമാണ്. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കഴുത്ത് വല്ലാണ്ട് ഇങ്ങനെ മലർന്ന് വെച്ചിട്ടാണ്. കുറച്ചുകൂടി തുണി ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് തിക്കായിട്ട് അങ്ങനെ ഒരു ബോ തയ്ച്ച് അങ്ങനെ പിടിപ്പിക്കണമെങ്കിൽ പിടിപ്പിക്കാമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ 2 വള്ളി വെച്ചിട്ട് നമുക്ക് ബോ പോലെ കെട്ടിയിടാം, അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പം നമ്മുടെ കയ്യിൽ തുണിയൊന്നും ഇല്ലല്ലോ, ഇത്ര വലിയ തുണിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ ആ പ്ലീറ്റ്സ് പോലെ നമ്മൾ തുന്നി വെച്ചിട്ടുണ്ട് 2 സൈഡിൽ. അതിനെ നമ്മൾ ബാക്ക് പോർഷനിലേക്ക് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ഒന്ന് പിൻസ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുക, എന്നിട്ട് തുന്നാം. കഴിഞ്ഞു. അപ്പോൾ ബാക്കും റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്, നമുക്ക് ഷോൾഡേഴ്സ് തമ്മി ജോയിൻ ചെയ്യാന്നുള്ളതാണ്. ഇത് എക്സ്ട്രാ ഫാബ്രിക് ആണ്. ഇത് പ്ലീറ്റ്സ് എടുത്തതിൻ്റെ എക്സ്ട്രാ ഫാബ്രിക് അതൊന്ന് വെട്ടിക്കളയാം. കഴിവതും എക്സ്ട്രാ ഫാബ്രിക്കൊക്കെ വെട്ടിക്കളയുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ കുറേ കൂടി കംഫർട്ടബിളും ആവും, അതേപോലെ നല്ല പെർഫെക്ഷനും ഉണ്ടാവും. ഇതിപ്പോൾ ഷോൾഡറും കൂടി ഒരുമിച്ച് വെക്കുക. എന്നിട്ട് 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. എപ്പോഴും ഷോൾഡർ അടിക്കുമ്പോൾ കഴിവതും 2 സ്റ്റിച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ പെട്ടെന്ന് അത് അവിടെ വിട്ടുപോരാനുള്ള ചാൻസസ് കൂടുതലാണ്.
ഇനിയിപ്പോൾ നമുക്ക് സ്ലീവ്സിൻ്റെ കാര്യം നോക്കാം. സ്ലീവ്സ് നമ്മൾ ഇത് കണ്ടോ 1.5 ഇഞ്ച് ആ രീതിക്കല്ലേ മുകളിലേക്ക് വരച്ചു കൊടുത്തത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ഇഞ്ച് രീതിയിൽ നമുക്ക് ഇത് കണ്ടോ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം. മാർക്കിംഗ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ വെട്ടിയേണ്ട ആ ഒരു കൂർത്ത പോർഷനായിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒന്ന് ഒരു സേഫ്റ്റിക്ക് മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് ഈ മാർക്കിംഗ് കൊടുത്ത അവിടെ നിന്ന് ഒരു 4 പ്ലീറ്റ്സ് ആണ് നമ്മൾ എടുക്കണം. അതിനുള്ള തുണിയുള്ളൂ കേട്ടോ, 2 സൈഡിൽ നിന്നും. അപ്പോൾ നടു പോർഷനിൽ നമ്മൾ പ്ലീറ്റ്സ് എടുത്തിട്ടില്ല കേട്ടോ, ഈ 2 പോർഷനിൽ നിന്നാണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കണത്. ഓക്കെ, ഒന്നും കൂടി പറയാം. നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് 4 പ്ലീറ്റ്, ഇത് കണ്ടോ 1 2, ഇത് 3ാമത്തെ പ്ലീറ്റാണ്, 3, ഒരു പ്ലീറ്റും കൂടി എടുത്ത് നമ്മളിതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ അപ്പുറത്തെ ഭാഗത്തും. അപ്പോൾ നമുക്ക് ഈ തുണി സ്വിങ് മെഷീൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഇതേപോലെ 4 പ്ലീറ്റ്സ് എടുത്തിട്ട് നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2 സൈഡിലേക്കാണ് പ്ലീറ്റ്സ് വരിക. അപ്പോൾ അതൊരു വേറെ രീതിയിലുള്ള പഫ് സ്ലീവ്സ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിലുള്ളതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇൻ കേസ് റെഫറൻസിന് വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ, ചിലപ്പോൾ ഇതിലും എളുപ്പമുള്ളത് ഉണ്ടാവും. ഞാൻ നോക്കിയിട്ട് എനിക്കിത് നല്ല എളുപ്പമായിട്ട് തോന്നി. ഇത് കണ്ടോ ഇങ്ങനെ വരും. അപ്പോൾ ഇനി നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിനെക്കാട്ടും മുന്നേ അറ്റത്ത്, അതായത് ഈ പ്ലീറ്റ്സ് എടുത്തതിൻ്റെ അറ്റത്ത്, കൈയിൻ്റെ അറ്റത്ത് നമ്മൾ അടിച്ചു കൊടുത്തിട്ടില്ലല്ലോ, അതൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ വളരെ കുറച്ച് ഭാഗം മാത്രമേ എടുത്ത് അടിച്ചു കൊടുത്തുള്ളൂ, കാരണം ഭയങ്കര തുണി കുറവല്ലേ. ഇനി നമുക്ക് ഇതിനെ അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ്, കൈക്കുടിയുടെ അവിടേക്ക് അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ സാധാരണ സ്ലീവ്സ് എങ്ങനെ അറ്റാച്ച് ചെയ്യാം? ആദ്യം നടുഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങണത്. ഇത് കണ്ടോ, ഇത് പ്ലീറ്റിൻ്റെ അവിടെയാണ്, നടുഭാഗം ദേ ഇവിടെ ആയിട്ടാണുള്ളത്. ഇത് കണ്ടോ, ഞാൻ ഒരു കുഞ്ഞ് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നടുഭാഗവും കൂടി ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. നല്ല വശം കൂടി ചേർത്തിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നടുഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, സ്റ്റിച്ച് ചെയ്ത് അതായത് ഒരുമിച്ച് തന്നെ പിടിക്കുക കേട്ടോ. ഒരുമിച്ച് പിടിച്ച് നമ്മളിത് ഈ അറ്റം വരെ കൊണ്ടുവരികയാണ്. എന്നിട്ട് അതിനെ തിരിച്ചെടുത്തിട്ട് എഗെയിൻ നമ്മൾ എങ്ങോട്ടെത്തും? നടുഭാഗത്തേക്ക് എത്തും. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അപ്പുറത്തെ അറ്റം വരെ എത്തും. എന്നിട്ട് എന്താ വേണ്ട, അതിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ നടുഭാഗത്തേക്ക് എത്തും. സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാൻ പലതരത്തിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഇതാണ് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലീവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയില്ല. അതായത് കറക്റ്റ് നടുഭാഗം കറക്റ്റായിട്ട് വരികയും ചെയ്യും. 2 സ്റ്റിച്ച് നമ്മൾ ഒറ്റയടിക്ക് കൊടുക്കുന്നുമുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള മാർഗ്ഗം. അപ്പോൾ നമ്മളങ്ങനെ നടുഭാഗം വരെ എത്തിയത് കണ്ടോ, പ്ലീറ്റ്സ് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിലുള്ള ഒരു പഫ് സ്ലീവ്സ് ആണിത്. പിന്നെ വേറെ വല്ല പേരുണ്ടോ? ഉണ്ടാവും കേട്ടോ, ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഇതങ്ങനെയാണ് ഉള്ളത്. നന്നായിട്ടില്ലേ? ഇതിങ്ങനത്തെ സ്ലീവ്സ് കോട്ടൺ അതേപോലെ സ്റ്റിഫ് മെറ്റീരിയലിലൊക്കെ വരുമ്പോഴാവും കുറേ കൂടി ഭംഗി ഉണ്ടാവുക കേട്ടോ. ഒഴുകി കിടക്കണ മെറ്റീരിയൽ അത്രയ്ക്ക് അങ്ങോട്ട് രസമായിട്ട് വരില്ല. ഇനി നമുക്ക് സൈഡ് അടിക്കുക എന്നുള്ളതാണ്. സൈഡ് അടിക്കണേക്കാട്ടിന് മുന്നേ നമുക്ക് നടുഭാഗത്ത് നമുക്ക് ഇലാസ്റ്റിക് വെക്കണം കേട്ടോ. അതല്ല വെറുതെ സൈഡ് അടിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ വേസ്റ്റിൻ്റെ ഭാഗം സിഞ്ച് ചെയ്ത് നിൽക്കില്ല. പക്ഷെ നമുക്കിങ്ങനെ സിഞ്ച് ചെയ്ത് നിൽക്കണമെങ്കിൽ, ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് ആ രീതിയിൽ പ്ലീറ്റ്സുള്ള പോലെ നിൽക്കണമെങ്കിൽ എത്രയാണോ നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ വരെയുള്ള മെഷർമെൻറ്റ് അത് മാർക്ക് ചെയ്യാം. ഇപ്പോൾ 14-15 മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കറക്റ്റ് നടുവിലായിട്ട് അത് കറക്റ്റായിട്ട് തന്നെ വരയ്ക്കണം കേട്ടോ. ബാക്കിലും ഫ്രണ്ടിലും അതേപോലെ തന്നെ വരയ്ക്കാം. എന്നിട്ട് വേസ്റ്റിൻ്റെ അവിടുത്തെ എത്രയാണോ ഉള്ളത് അതിൽ നിന്ന് കുറച്ച് നമുക്കൊരു 2-3 ഇഞ്ച് കൂട്ടിയെടുക്കാം കേട്ടോ. ഇലാസ്റ്റിക് ഇതേപോലെ വെച്ചിട്ട് അതിനെ വെട്ടിയെടുക്കുക. എന്നിട്ട് അതിനെ കറക്റ്റ് പകുതിയാക്കാം. എന്തിനാ? ഒന്ന് ബാക്കിലേക്കും ഒന്ന് ഫ്രണ്ടിലേക്കും വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കറക്റ്റ് നടുവിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, വേസ്റ്റിൻ്റെ അവിടെയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടേക്ക് നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വലിച്ചു പിടിച്ച് അടിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല രസമായിട്ട് പ്ലീറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു പിടിച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് കുഞ്ഞു പ്ലീറ്റ്സ് ഇതേപോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും കേട്ടോ. കാണാനും ഭംഗി ഉണ്ടാവും, അതേപോലെ തന്നെ അടിക്കാനും കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അതല്ലെങ്കിൽ വല്ലാണ്ട് നമ്മളിങ്ങനെ ഇലാസ്റ്റിക് വലിക്കുമ്പോഴേ കറക്റ്റ് ആ രീതിയിൽ വരണം എന്നില്ല. അപ്പോൾ ചെറിയ കുഞ്ഞ് പ്ലീറ്റ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ടുണ്ടാവും കേട്ടോ. അതെങ്ങനെ ഉണ്ടാവും കാണാനായിട്ട്. നമ്മൾ കൈ കൊണ്ട് തന്നെ ചെറിയ പ്ലീറ്റ്സും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും നൂലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കളയാം. പിന്നെ അത് മാത്രമല്ല, ഇതേപോലെ ബാക്കിൽ ഫാബ്രിക്കിലും അതായത് ആ പോർഷനിലും നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ കണ്ടോ, കൈ വെച്ചിട്ട് ഞാൻ സൈമൾട്ടേനിയസ്ലി ഇതേപോലെ പ്ലീറ്റ്സ് നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഇലാസ്റ്റിക് വലിച്ചു കൊടുക്കുന്നുമുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഏറ്റവും കുഞ്ഞ് എലാസ്റ്റിക് കിട്ടില്ലേ, അതിൻ്റെ തൊട്ട് മീതത്തെ വീതിയുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സൈഡ് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ നമുക്ക് ഈ ഉടുപ്പിൻ്റെ മീതെ നമുക്ക് പാകമായിട്ടുള്ള ഏതെങ്കിലും ഡ്രസ്സ് വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് ഇത് കണ്ടോ, ഇതേപോലെ നമുക്ക് സൈഡ് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് അടിവശം കറക്റ്റായിട്ട് എന്തെങ്കിലും വെട്ടണമെങ്കിൽ വെട്ടിയതിന് ശേഷം അതും നമുക്ക് അടിവശം കറക്റ്റായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം.
അത്രേ ഉള്ളൂ. എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? ഭയങ്കര എളുപ്പമാണ്. ഇത് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് അരഭാഗത്ത് ഈ എലാസ്റ്റിക് വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഏതെങ്കിലും ഒരു ഡ്രസ്സ് വെച്ചിട്ട് നമ്മുടെ പാകത്തിനനുസരിച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു എ ലൈൻ ഡ്രസ്സ് പോലെ ഉണ്ടാവും. അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ മതി. അങ്ങനത്തെയൊക്കെ വീട്ടിലിടാൻ നല്ല സൗകര്യമാണ് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ എലാസ്റ്റിക് ഇങ്ങനെ ലൈക്ക് ഈ വേസ്റ്റിൻ്റെ അവിടെ ഇല്ല. കാരണം ചിലർക്ക് വീട്ടിലൊക്കെ ഇടുമ്പോൾ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടാവും. പുറത്ത് പോകുമ്പോഴൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് സമയം കൊണ്ട് തുന്നിയെടുത്തിട്ടുള്ള ഡ്രസ്സ്. അമ്മയുടെ നൈറ്റിയുടെ തുണിയാണ് കേട്ടോ. അപ്പോൾ തുണിയുടെ ഭംഗി ഇത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് പുറത്ത് പോയി നല്ല ഡ്രസ്സുള്ള പാറ്റേണിലൊക്കെ തുണി എടുക്കാൻ പറ്റുമെങ്കിൽ അത് എടുത്ത് ഇതേപോലെ തുന്നി നോക്കൂ. എസ്പെഷ്യലി സ്ലീവ്സ്. ഇങ്ങനെ ഉടുപ്പ് തുന്നിയില്ലെങ്കിലും ബ്ലൗസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ടോപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ സ്ലീവ്സ് ഒന്ന് തുന്നി നോക്കും. നല്ല സ്റ്റിഫ് മെറ്റീരിയലിൽ ഇങ്ങനെ നമ്മൾ തുന്നി കൊടുക്കുകയാണെങ്കിൽ, ഇങ്ങനത്തെ സ്ലീവ്സ് തുന്നി കൊടുക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടാകും. എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. ഇപ്പോൾ വളരെ ട്രെൻഡിലുള്ളതുമാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയുക, കമൻസിൽ പറയുക. അതേപോലെ പിക്ചേഴ്സൊക്കെ അയച്ചു തരിക. ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്താ വെച്ചാൽ, ബെൽറ്റ് ഉണ്ടെങ്കിൽ ബെൽറ്റ് ഇടാം. ഈ നമ്മൾ എലാസ്റ്റിക് വെച്ച് സിഞ്ച് ചെയ്തിട്ടില്ലേ, ആ ഭാഗത്ത് ബെൽറ്റ് ഉണ്ടെങ്കിൽ ബെൽറ്റ് ഇടാം. അപ്പോൾ ഒന്നും കൂടി രസമായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കുട്ടി ബെല്ലൈക്കൺ ഉണ്ടാകും, ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ. Bye. Take care.